മാഷേ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകൾ 9 ദിവസത്തിന് ശേഷം ജയിൽ മോചിതരായി. അവർ ചെയ്ത കുറ്റങ്ങളൊന്നും നിലനിൽക്കില്ല എന്നുള്ള കോടതി വാദം സാധാരണ നൽകേണ്ട ഉപാധികളോടെയൊക്കെ അവർ ജയിൽ മോചിതരായി. പക്ഷേ ജയിൽ മോചിതരായിട്ടും BJPക്ക് കിടക്ക് പൊറുതിയില്ല എന്നുള്ളതാണ്. BJP കുമ്മനടി നടത്തുന്നു എന്നുള്ളതാണ്. കുമ്മനം രാജശേഖരനെ കൂടി ഇതിലേക്ക് വലിച്ചിഴച്ചുകൊണ്ട് അദ്ദേഹത്തെ വീണ്ടും മാനസികമായി എന്താ പറയുക, ഒരു സാത്വികനായ ഒരു മനുഷ്യൻ, ആർക്കും ഒരു ദ്രോഹവും ചെയ്യാത്തൊരു മനുഷ്യനെ കൂടി ഇതിലേക്ക് കൊണ്ടിട്ടുകൊണ്ട് പലരും അത്തരത്തിൽ ചില പ്രയോഗങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത്. എന്താണ് ഇവരൊക്കെ ഉദ്ദേശിക്കുന്നത്? അല്ല, ഇതില് BJPയും അതേപോലെ തന്നെ UDFും LDFും ഒക്കെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരേ നിലവാരത്തിലാണ് ആ കേസ് ഒരു ഹാൻഡിൽ ചെയ്തത് അല്ലേ, ഓർമ്മയില്ലേ? കാരണം ഇവരെല്ലാവരും ഒന്ന് കേരളത്തിൽ നിന്നുള്ള 2 കന്യാസ്ത്രീകളായിരുന്നു. 2 BJPയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു പ്രധാന വോട്ട് ബാങ്കായിട്ട് ഡെവലപ്പ് ചെയ്തു വരുന്നത് ക്രൈസ്തവ വോട്ട് ബാങ്കാണ്. അപ്പോൾ ഇതുകൊണ്ട് വളരെ ആവേശത്തോടു കൂടിയാണ് ഈ പ്രശ്നത്തിൽ കേരളത്തിലെ BJP ഇടപെട്ടത്. പക്ഷേ അതിനേക്കാൾ ആവേശത്തിൽ UDFും അതേപോലെ LDFും ഒക്കെ അതിൻ്റെ ഇടപെടുന്നു. എന്ന് വെച്ചാൽ കേരളം പൊതുവിൽ ഈ കന്യാസ്ത്രീകൾ നിരപരാധികളാണെന്നും അവർക്കെതിരെ കേസെടുത്ത അന്യായമാണെന്നും വാദിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുണ്ടായിരുന്നത്. എന്ന് വെച്ചാൽ 3 പേരും ഒരേ പൊസിഷനിലാണ് നിൽക്കുന്നത് എന്ന് നമുക്കറിയാം. പക്ഷെ പിന്നീട് അതിൽ ഇവർ ജയിൽ വിമോചിതരായി. എന്നുവെച്ചാൽ അവർക്ക് ജാമ്യം കിട്ടി. ജാമ്യം കിട്ടിയതിൽ ആഹ്ലാദത്തോടുകൂടി മധുരപലഹാര വിതരണങ്ങൾ, ആഹ്ലാദപ്രദങ്ങൾ, കെട്ടിപ്പിടുത്തങ്ങൾ എല്ലാം നടക്കുമ്പോൾ ഇതിൻ്റെ ക്രെഡിറ്റ് ആർക്ക് എന്ന് പറഞ്ഞ തർക്കം മൂത്തിട്ടാണ് അവസാനം BJPയും അതേപോലെ തന്നെ UDFും LDFും തമ്മിൽ ഒരു പോർമുഖം തുറക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് കുമ്മനടി എന്ന് പറയുന്ന വാക്കിൻ്റെ പ്രയോഗം വന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. രാഷ്ട്രീയത്തിന് അങ്ങനെയാണ്. രാഷ്ട്രീയത്തിൽ എന്ത് പ്രയോഗിച്ചാൽ, ഏത് വടിയെടുത്ത് അടിച്ചാൽ വിജയിക്കാനായിട്ട് കഴിയും എന്ന് നോക്കി നടക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ പ്രവർത്തിക്കുകയും ചെയ്യും. യഥാർത്ഥത്തിൽ BJPക്കകത്ത് അല്ലെങ്കിൽ സംഘപരിവാർ സംഘത്തിനകത്ത് ഈ കാര്യത്തോട് വ്യക്തമായിട്ടുള്ള നിലപാട് 2 എന്ന് അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒന്ന് BJP, മറ്റൊന്ന് സംഘപരിവാർ സംഘങ്ങൾ RSSും അതേപോലെ തന്നെ വിശ്വ ഹിന്ദു പരിഷത്തൊക്കെ ഈ കാര്യത്തിൽ കേരളത്തിലെ BJP എടുത്ത നിലപാട് പോലും ശരിയല്ല എന്ന് അഭിപ്രായപ്പെട്ടവരാണ്. കാരണം ക്രിസ്ത്യാനികൾ പൊതുവെ കന്യാസ്ത്രീകളും അതേപോലെ തന്നെ അച്ഛന്മാരുമൊക്കെ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിച്ചാൽ വിശ്വ ഹിന്ദു പരിഷത്തിന് ഒറ്റ ഉത്തരവുള്ളൂ, അവരെ മതം മാറ്റുന്നതിനുള്ള ഏജൻറ്റുമാരായിട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളത്. ഈ നിലപാട് മാറ്റാൻ പറ്റില്ല എന്ന് തന്നെയാണ് കൃത്യമായിട്ട് വിശ്വ ഹിന്ദു പരിഷത്ത് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിന് വ്യത്യസ്തമായിട്ടുള്ള നിലപാടാണ് BJPക്കുള്ളത്. കേരളത്തിലെ സ്ഥിതിയാണ്. പക്ഷെ പുറത്തങ്ങനെയില്ലെന്ന് നമുക്കറിയാം. ഛത്തീസ്ഗഡിലെ BJPയുടെ കേന്ദ്ര നേതൃത്വം പറഞ്ഞിട്ട് പോലും അവിടുത്തെ സർക്കാരോ അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട ആളുകളോ ബജരംഗ് ദളോ കന്യാസ്ത്രീകൾക്ക് അനുകൂലമായിട്ടുള്ള ചെറിയ ഒരു വിരലനൊക്കെ പോലും നടത്താൻ അവർ തയ്യാറായിരുന്നു. അവർ പറഞ്ഞവർക്ക് ജാമ്യം കൊടുക്കാൻ പാടില്ലെന്ന് തന്നെയാണ് പറഞ്ഞത്. കാരണം ഇവരവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനം എന്ന് പറയുന്നത് മതപരിവർത്തനമാണ്, അതുപോലെ മനുഷ്യക്കടത്താണ് എന്നൊക്കെയാണ് അവരിപ്പോഴും വാദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ഒരു വൈരുദ്ധ്യം. ആ വൈരുദ്ധ്യത്തിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള പ്രകടനമാണ്, പ്രസ്താവന മാത്രമാണ് കുമ്മനടി എന്ന് പറയുന്നത്. അത് നമുക്കറിയാം, നമ്മളുടെ സാത്വികനാണ് കുമ്മൻ രാജശേഖരൻ എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമൊന്നുമില്ല. പക്ഷേ രാഷ്ട്രീയത്തിൽ സാത്വികന്മാർക്ക് അതേപോലെ തന്നെ മര്യാദക്ക് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ഒന്നും ഒരു രക്ഷയുമില്ല എന്നുള്ളതാണ്. രാഷ്ട്രീയത്തിൻ്റെ യുദ്ധം വരുന്ന സമയത്ത് അവരെയൊക്കെ ഇതിനകത്ത് വലിച്ചിഴച്ച് ഇടുകയും അവരെ മോശക്കാരെ ചിത്രീകരിക്കുകയും ചെയ്യും. രാഷ്ട്രീയമാണ്. ഈ രാഷ്ട്രീയം വളരെ വൃത്തികെട്ടതാണ് എന്ന് വളരെ വ്യക്തമായി തിരിച്ചറിയുന്നൊരു നല്ല വിഭാഗം നമ്മളുടെ സമൂഹത്തിലുണ്ട്. ഇതിപ്പോൾ BJPയുടെ എതിരായിട്ടാണ് കുമ്മനടി വന്നതെങ്കിൽ മറ്റു ചില സമയത്ത് LDFിനെതിരെയും അതേപോലെ തന്നെ UDFിനെതിരെയും ഇതേപോലെയുള്ള പ്രയോഗങ്ങൾ എന്ന് വെച്ചാൽ ആ നേതാക്കന്മാർക്കെതിരെ സംഭവിക്കാറുണ്ട്. നമ്മൾ യഥാർത്ഥത്തിൽ ഈ രാഷ്ട്രീയത്തെ ഇങ്ങനെ വിശകലനം ചെയ്യുമ്പോൾ ഇത്തരം പരിപാടികളൊന്നും ശരിയല്ല എന്ന പൊതു അഭിപ്രായമാണ് നമുക്കുള്ളത്. ഈ ഛത്തീസ്ഗഡിൽ നടന്ന ഈ സംഭവം ഇതിപ്പോ BJP കുറച്ചുകൂടി കരുതലോട് കൂടി ഇത് നീങ്ങിയത് ന്യൂനപക്ഷങ്ങളിൽ തങ്ങളിൽ നിന്ന് അകന്നു പോകുമോ എന്നുള്ള ഒരു ഭയം കൂടി കൊണ്ടാകണം. യഥാർത്ഥത്തിൽ ഛത്തീസ്ഗഡിൽ ഇത്തരം മതപരിവർത്തനവും മനുഷ്യക്കടത്തും നടക്കുന്നില്ലേ? അല്ല, നമുക്കത് നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൻ്റെ ഒരു ഭൂമിയിൽ നിന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് അങ്ങനത്തെ മതപരിവർത്തനമോ അതേപോലെ മനുഷ്യക്കടത്തോ ഒരിക്കലും ഉണ്ടാവും എന്ന് പോലും കരുതാനായിട്ട് കഴിയും. ഇപ്പോൾ BJPയുടെ നേതാവ് ഷോൺ ജോർജ്, അദ്ദേഹം കല്യാണം കഴിച്ചിരിക്കുന്ന ആരെയാണ്? ഒരു ഹിന്ദു സമുദായത്തിൽപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണ്. അവരിപ്പോൾ ഹിന്ദു ആണെന്ന് ചോദിച്ചാൽ അല്ലല്ലോ, അവർ ക്രിസ്ത്യാനിയാണ്. അതിനെ നമ്മൾ അംഗീകരിക്കണം. അങ്ങനെ അത്തരത്തിലുള്ള സ്വമേധയ
മതപരിവർത്തനത്തിന് വിധേയമാകേണ്ടതായ സാഹചര്യങ്ങൾ വരുമ്പോൾ അവർ അങ്ങനെ മാറുമ്പോൾ അത് അവരുടെ അവകാശമായിട്ട് അംഗീകരിച്ചു കൊടുക്കേണ്ട ഒരു ആവശ്യമാണ്. പക്ഷെ അത് അംഗീകരിക്കുന്നതിനോടൊപ്പം തന്നെ നിർബന്ധിച്ച്, അതായത് അതെ, നിർബന്ധിതമായിട്ടുള്ളതിന് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പാടില്ല. അതിന് കടുത്ത ശിക്ഷ നൽകുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. ഇത് കൃത്യമായിട്ട് രേഖപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഇത് കൃത്യമായിട്ട് പരിപാലിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകാത്തത് കൊണ്ടാണ് നമുക്ക് ഇതിൽ വ്യക്തമായിട്ടുള്ള നിലപാടെടുക്കാനായിട്ട് പറ്റാതെ വരും. നിർബന്ധിതമായിട്ടുള്ള മതപരിവർത്തനത്തെ ഒരാളും ഒരു തരത്തിലും അംഗീകരിക്കുന്നില്ല, അംഗീകരിക്കാൻ പറ്റുകയുമില്ല. നിയമവും അതുപോലെ തന്നെ അതിനെതിരായിട്ടുള്ള കാര്യമാണ്. അതല്ലാതെ നടക്കുന്നത് നമുക്കറിയാം വ്യക്തമായിട്ട്. ഇപ്പോൾ ക്രൈസ്തവ മിഷണറിമാർ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും നടന്ന പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ അവർ പല ഘട്ടങ്ങളിലും പഴയകാലത്ത് കേരളത്തിലും അതേപോലെ തന്നെ പിന്നീട് മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ അവർ നടത്തുന്ന പ്രവർത്തനം എന്ന് പറയുന്നത് ഒന്നിലെ വിദ്യാഭ്യാസ മേഖലയിലായിരിക്കും, അല്ലെങ്കിൽ ആരോഗ്യരംഗത്തായിരിക്കും. ഈ ആരോഗ്യരംഗത്തും വിദ്യാഭ്യാസ മേഖലയിലും അവരുടെ പ്രവർത്തനങ്ങൾ സുദീർഘമാണ്. ആ കൂട്ടത്തിലാണ് പലയിടങ്ങളിലും കുറേയധികം ആളുകൾ ഇതിലേക്ക് ആകർഷിക്കപ്പെടുകയും പോവുകയും അവർ മതം മാറുകയും ചെയ്യുക. അതിനൊക്കെ പ്രധാനമായിട്ട് ഇന്ത്യയിൽ നിലനിന്നൊരു സാഹചര്യം എന്ന് പറഞ്ഞത് കീഴ്ത്തട്ടിൽ ഉള്ള ഹിന്ദു സമുദായാംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പലതരത്തിലുള്ള അവകാശങ്ങളും നിഷേധിക്കപ്പെട്ടിരുന്നു. കേരളത്തിൽ തന്നെ നമുക്കറിയാം ഈഴവർ മുതൽ താഴോട്ടുള്ള ആളുകൾക്കൊന്നും സവർണ ഹിന്ദുക്കളുടെ അടുത്തേക്ക് ചെല്ലാൻ ഒരു അവകാശം ഉണ്ടായില്ല. ആ സമയത്തും അവരെന്ത് ചെയ്തിരുന്നു? ഈ ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും എന്ത് ചെയ്യും? കസേരക്കയറ്റിയിരുത്തുമായിരുന്നു. അങ്ങനത്തെ രീതി നിലനിന്നിരുന്ന ഒരു ഘട്ടത്തിലാണ് യഥാർത്ഥത്തിൽ മതപരിവർത്തനത്തെക്കുറിച്ച് കീഴാള വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ചിന്തിച്ചിരുന്നത്. കാരണം തങ്ങൾ ഇങ്ങനെ നിൽക്കുന്നതിന് പകരമായി കീഴാളരായി നിൽക്കുന്നതിന് പകരം മതം മാറി മുസ്ലിമോ അതല്ലെങ്കിൽ ക്രിസ്ത്യാനി ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? രാജാവിൻ്റെ അടുത്ത് പോയി ഇരിപ്പിടത്തിലിരിക്കാനായിട്ടുള്ള അവകാശം കിട്ടുന്ന സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിരുന്നു. അതാണ് അങ്ങനെ ഒരു സാധ്യതകളുണ്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെ ബേസിക് പ്രോബ്ലം നമ്മളിപ്പോൾ നിലനിൽക്കുന്ന സമയത്ത് നമുക്ക് ഒരു കാരണവശാലും നിർബന്ധിതമായിട്ടുള്ള മത പരിവർത്തനത്തെ അംഗീകരിക്കാനായിട്ട് കഴിയില്ല. അല്ലാത്തത് ആകട്ടെ എന്ന് തന്നെ നമുക്ക് കണക്കാക്കാൻ പറ്റില്ല. കാരണം നമ്മുടെ ഭരണഘടന അനുസരിച്ച് ഓരോ മനുഷ്യനും അവർക്കിഷ്ടമുള്ള മതവിശ്വാസം പുലർത്താനും മതവിശ്വാസത്തിലും മതാചാരത്തിലും മുഴുകാനും ഒക്കെയുള്ള അവകാശങ്ങൾ അനുവദിക്കപ്പെട്ടിരിക്കുകയാണ്. അത് സ്വകാര്യമായ രീതിയിൽ അവർ നിർവഹിക്കപ്പെടട്ടെ. പകരം കൂട്ടമായിട്ട് ആളുകളെ മതപരിവർത്തനത്തിന് പരിശ്രമിച്ചാൽ അത് വലിയ സംഘർഷങ്ങളിലേക്ക് പോവും, വലിയ കലാപങ്ങളിലേക്ക് പോവും. അതോടൊപ്പം തന്നെ അത് കടുത്ത ശിക്ഷ അർഹിക്കുന്നതായിട്ടുള്ള പ്രവർത്തനമായിട്ട് വിലയിരുത്തേണ്ടി വരും. പക്ഷേ ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ, ഈ രാഷ്ട്രീയ സാഹചര്യത്തിൽ, അതായത് ഛത്തീസ്ഗഡിൽ നടക്കുന്ന ഈ സംഭവങ്ങൾ, ഇതൊക്കെ കേരളം മുഴുവൻ ചർച്ച ചെയ്യപ്പെടുകയാണ്. ഒരുപക്ഷെ ഛത്തീസ്ഗഡിനേക്കാൾ കൂടുതൽ ഇത് ചർച്ച ചെയ്യപ്പെടുന്നത് കേരളത്തിലെ മാധ്യമങ്ങളിലും കേരളത്തിലെ ജനങ്ങൾക്കിടയിലുമാണ്. ചർച്ചയുള്ളൂ. ഛത്തീസ്ഗഡിൽ ഇതില്ല. ഇല്ല. ഛത്തീസ്ഗഡിൽ എന്ന് പറഞ്ഞാല് ഈ വിഷയം പ്രസന്റ് ചെയ്യാനായിട്ട് അവിടുത്തെ മുഖ്യധാരാ സമൂഹം തയ്യാറല്ല. അവർക്ക് അവരുടെ ഒരു വിഷയമല്ലേ. അതുകൊണ്ട് തന്നെയാണ് അവർ കടുത്ത നിലപാടെടുത്ത് നിൽക്കുകയും ചെയ്യുന്നത്. കേരളത്തിൽ ഇത് പ്രധാനപ്പെട്ട വിഷയമാവുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ ഒരു രാഷ്ട്രീയ പ്രാമുഖ്യം. കാരണം ഈ ക്രൈസ്തവ സമൂഹത്തെ പ്രീണിപ്പിച്ച് അവരുടെ വോട്ട് നേടാനായിട്ട് BJP ഒരു പ്രത്യേക തരത്തിലുള്ള കാഴ്ചപ്പാട് കേരളത്തിലെടുക്കുന്നു. ഇത് ഛത്തീസ്ഗഡിലില്ല. അവർ ഓടിക്കും, അവിടെ അടുപ്പിക്കുന്നില്ല അവർ. അതാണ് ഒന്ന്. രണ്ടാമത്തെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ നിന്ന് പോയ 2 കന്യാസ്ത്രീകളായിരുന്നു. അതുകൊണ്ട് കേരളത്തിന് അതിൻ്റെ അകത്ത് കുറച്ച് കൂടുതൽ താല്പര്യം വരും. കാരണം മലയാളികളായിട്ടുള്ള 2 കന്യാസ്ത്രീകൾ അവിടെ തടവിലാക്കപ്പെടുന്നു. അത് മാത്രമല്ല, അവരെ മിക്കവാറും തന്നെ കുറ്റവാളികൾക്കൊപ്പം ജയിലിൽ അടച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ അവരുടെ മേൽ ആരോപിക്കപ്പെട്ടിരിക്കുന്ന ആരോപണങ്ങൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ കുറ്റങ്ങൾ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ സംഭവിക്കാത്തതാണ് എന്ന് മലയാളി പ്രത്യക്ഷത്തിൽ കരുതുന്നു. ഒന്ന്, മനുഷ്യ കടത്ത് എന്ന് പറയാം. രണ്ടാമത്തത് നിർബന്ധപൂർവമായിട്ടുള്ള മതപരിവർത്തനം എന്ന് പറയാം. ഇതിവർ ചെയ്തിട്ടില്ല എന്നാണ് കേരളത്തിലെ പൊതുസമൂഹം വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് എല്ലാ പാർട്ടികളും ഒരുമിച്ച് ചേർന്ന് അവരുടെ മോചനത്തിന് വേണ്ടി അല്ലെങ്കിൽ അവർക്ക് ജാമ്യം കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിൽ മുഴുകിയത്. അത് പിന്നീട് അവർ തമ്മിലുള്ള ക്രെഡിറ്റ് അടിക്കാനുള്ള തർക്കമായി മാറിയപ്പോഴാണ് കുമ്മനടി എന്ന് പറയുന്ന പ്രയോഗം അവിടെ കയറി വന്നത്.